ധനികനായ യുവാവിന് ഒരു ഭാര്യയെ കണ്ടെത്താനായി ബട്ട്ലർ ആവട്ടെ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ അയാളെ കാണിക്കുന്നു. എന്നാൽ അയാൾക്ക് ഒരു പെൺകുട്ടികളെയും ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം വീട്ടുജോലിക്കായി ബട്ട്ലർ ഏർപ്പാടാക്കിയ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ കോടീശ്വരന് അവളോട് ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് വരാൻ അവളോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ പണക്കാരനാവട്ടെ ജോലിക്കാരോട് $100 മില്യൺ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയുന്നു. തന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഈ $100 മില്യൺ പെൺകുട്ടിക്ക് സ്വന്തമാണെന്ന് അയാൾ പറയുന്നു. പെൺകുട്ടിക്ക് അയാളുടെ പണം വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ അയാളെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. കാരണം അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഇത് കേട്ട ധനികനായ യുവാവട്ടെ പെട്ടെന്ന് തന്നെ തൻ്റെ പക്കലുള്ള കറുത്ത ക്രെഡിറ്റ് കാർഡ് അവളുടെ മുൻപിലേക്ക് വെക്കുന്നു. ഇത് കണ്ട പെൺകുട്ടിയാവട്ടെ വെള്ളം കുടിച്ചിറക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും പെൺകുട്ടി അയാളുടെ വിവാഹാലോചനയെ തള്ളിക്കളയുന്നു. തനിക്ക് തൻ്റെ ബോയ് ഫ്രണ്ടിനോടുള്ള ഫീലിങ്സ് അങ്ങനൊന്നും മാറ്റാൻ പറ്റില്ലെന്നും താൻ പണത്തിന് വേണ്ടി അവനെ ഉപേക്ഷിക്കുകയില്ല എന്നും പറയുന്നു. ഈ സമയത്താവട്ടെ അവളുടെ ബോയ് ഫ്രണ്ട് ഫോണിലേക്ക് വിളിക്കുന്നു. വിളിച്ച ഉടനെ തന്നെ യുവാവട്ടെ അവർ തമ്മിലുള്ള പ്രണയബന്ധം വേർപെടുത്താമെന്ന് പറയുന്നു. ഇത്രയും നാളായിട്ടും പെൺകുട്ടി വെറുമൊരു വീട്ടുജോലിക്കാരിയാണെന്നും അവൾക്ക് $20,000 മാത്രമേ 3 വർഷത്തിനിടയിൽ സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അയാൾക്ക് ഇഷ്ടമല്ല എന്നും പറയുന്നു. ഫോണിലൂടെ ഇതെല്ലാം ധനികനും അയാളുടെ ബട്ട്ലറും കേട്ടിരുന്നു. പെൺകുട്ടിയുടെ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് അവർക്ക് ചിരി വന്നുപോയി. ബോയ് ഫ്രണ്ടിനോടുള്ള ദേഷ്യത്തോടെ തന്നെ പെൺകുട്ടി ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു. അതിനുശേഷം ധനികനുമായി വിവാഹ സർട്ടിഫിക്കറ്റും നേടുന്നു. വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അയാളാവട്ടെ പെൺകുട്ടിക്ക് പറഞ്ഞുറപ്പിച്ച തുക കൈമാറുന്നു. പെൺകുട്ടി സന്തോഷത്തോടെ തന്നെ പണപ്പെട്ടിയുമായി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ ആവേശത്തോടെ നോട്ടുകൾ എണ്ണാൻ ആരംഭിക്കുന്നു.